നമസ്കാരം. കഴിഞ്ഞൊരു 5-6 മാസം മുന്നേ നമ്മൾ ഒരു നാട്ടാനയുടെ കൂടെ കുറച്ച് സമയം ആനയുടെ പുറത്തൊക്കെ കയറി പോകുന്നൊരു വീഡിയോ ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു. ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അധികം ആളുകളൊന്നും ആ വീഡിയോ കണ്ടില്ല. പക്ഷേ അന്ന് നമുക്ക് അധികം നേരമൊന്നും ആ മോട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആ മോട്ടിയെ നമ്മൾ ഇന്നും വീണ്ടും കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ മോട്ടിയുമായിട്ട് ഇന്ന് നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത് കേട്ടോ. പഴം എടുത്തോ ആ കൊടുക്ക. ഇത് കൈ കൊടുക്ക്. കൊടുത്തോ വരണങ്ങളെ കൊടുത്തോ. കൊടുക്കുമ്പല്ലേ ഇത്രയും ദൂരത്ത് വന്നല്ലേ വീഡിയോ എടുക്കണ്ടേ. നീ ചേച്ചി കൊടുത്തോ. കൊടുക്ക് വായ കൊടുക്കും. കഴിഞ്ഞു ഭക്ഷണം കൊടുത്തായിരുന്നോ വേറെ? അത് തിരിച്ചു പിടിച്ചാണ് മതിയടേ കണ്ടാൽ തീരണം അല്ലേ. മതി കഴിഞ്ഞു. ഞാണാ ജിയോട്ടെ വന്ന് തൊട്ടോ മോനെ. പോയി തൊട്ടോ. ചെല്ലേ സൈഡിൽ കിടപ്പോ തൊട്ടില്ലേ. കത്തി വാങ്ങിക്കൊരു കത്തി അതിന്റെ വത്തക്ക മുറിച്ചാൽ കൊടുക്കും. ഓട്ടോടാ പട്ടിക്കെടുത്ത് വത്തക്കണ ഒരു വത്തക്കൊക്കെ മേടിച്ചിട്ടാണ് വന്നേട്ടോ. ഇങ്ങോട്ട് കാണപ്പോ തരാം. വേണ്ട തരാം. അത് കാണാം. നല്ല രസമുണ്ട്. കാണാ വേടി കാണാ മുളിസേ പേടിക്കല്ലേ. ഓരോ പീസ് കൂടി 2 പീസ് ആയിക്കളി. ഒന്നുകൂടി ചെറുതാക്കി 4 പീസ് ആയിക്കളി. ഒന്ന് അങ്ങനെ ഇത് വാങ്ങിക്കോ. അത് വാങ്ങിക്കോ. ഇത് വാങ്ങിക്കോ. ഇത് പീസായിക്കോ. അടിപൊളി. വാഗണ്ടോ ആനയുടെ വാഗണ്ടോ കുഞ്ഞു? കൊടുക്കേ സൈഡിൽ നിന്ന് കൊടുക്ക. നീ പിടിച്ച ശരിയാവില്ല. എങ്ങനെ കൊടുത്താൽ അടിപൊളി. നീ കൊണ്ട് കൊടുക്കണോ? വാ ഒന്ന് വാ. അഞ്ചും കൊച്ചും കൂടെ കൊടുക്കാനേ. ആടാ ഉണ്ടോ? തൊട്ടെ ഒട്ടേന്ന് തൊട്ട് ചോക്കണം. വാ നീ പിടിച്ചോ. ഒന്നും ചെയ്യൂല ആന. അതൊക്കെ കൊടുക്ക. കിട്ടുന്നുണ്ടോ? എന്താണ് അത് നീ കൊടുത്തു. അമ്മേനെ കിട്ടണം കേട്ടോ. ഇവിടുന്ന്
കഴിഞ്ഞു, തീർന്നു പോയി. കണ്ടാ പിന്നെ ഫുള്ള് വേണം അതാണ്. പിന്നെ അതേ പഴം കൊടുക്കാണ്. കൊണ്ടുവന്ന പഴം മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. പീഡിയാനകൾക്ക് കൊമ്പുണ്ടാവും. പിന്നെ ആ ചെറുതായിട്ടുള്ളി ഉണ്ടാവും അല്ലേ? തീരുന്നോട് വരെ കഴിക്കും. അല്ല കൊമ്പ് കണ്ട, ഇതാണ്ടാ കൊമ്പ് കണ്ട, ചെറിയ ചെറിയ കൊമ്പുണ്ട്, കുഞ്ഞു കൊമ്പുണ്ട് പിടിയാനെ. പിടിയാനകൾക്ക് അങ്ങനെ ഉണ്ടാവും. അത് മൊയാനകൾക്ക് കുറച്ചുകൂടി നീളമുണ്ടാവും. മോഴാനക്ക് കുറച്ചുകൂടെ ഉണ്ടാവും അല്ലേ? കണ്ടോ കണ്ടോ, പഴത്തിന് വേണ്ടി വാ വിളിക്കുന്നതാണ്. കണ്ടോ പല്ലുണ്ടോ? കണ്ടോ, നാ, അതിന്റെ ഇതാ ഉള്ളിൽ പല്ലുണ്ടോ? പല്ല് കണ്ടോ, നാ, പല്ല് നാ, നാ, നാ. നാ, കണ്ടോ? ഇതാ വിരിക്കാത്ത. പല്ല് കണ്ട്, പല്ല് കണ്ട്, പല്ല് കണ്ട്. പല്ല് പല്ല് ആനയുടെ പല്ല്. ഞാൻ അടിയിൽ അതേമാതിരി തായ ഉണ്ടാവും. തായ രണ്ടെണ്ണം തായ ഉണ്ടാവും. കഴിഞ്ഞ് താതിക്കാം. അത്രേ ആളുകളെ ഒരു ദിവസം 2-3 ആൾക്കാരെ. ആണല്ലേ? കഴിഞ്ഞ ദിവസം എവിടെയാ മോട്ടി, എവിടെയായിരുന്നു? അത് മൂന്നാറിലായിരുന്നു. മൂന്നാറിലാ? ഇതാണ് കേട്ടോ മോട്ടിയുടെ വണ്ടിയാണ് ഈ കാണുന്നത്. മോട്ടീനെ കൊണ്ടുപോകുന്ന ലോറി. ഇതാണ് മോട്ടിയുടെ വീട് അല്ലെങ്കിൽ മോട്ടിയുടെ ഷെഡ് കേട്ടോ. മോട്ടി നമ്മളിപ്പോൾ കൊടുത്ത പൈനാപ്പിളും കാര്യങ്ങളൊക്കെ തിന്ന് നാളെ ഇനി നമ്മൾ പുറത്തേക്കൊന്ന് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പരിപാടിയാണ്. മോട്ടി മോളെ വിളി. അടുത്തോണ്ട് ഇങ്ങോരെ അടുത്ത് പോലെ ചേട്ടന്മാരില്ലാണ്ട് പോകില്ല കേട്ടോ. നമ്മളാണ് നാളെ പിന്നെ ക്ലാസ്സിലൊക്കെ പോകുമ്പോ അടിപൊളിയാവും. പിന്നെ കേട്ടാ അവിടെ കാലിട്ടാ ജിയോ കൊണ്ട് നമ്മൾ അച്ഛന് മലപ്പുറത്ത് കയറ്റും കേട്ടോ. ഓനപ്പനെ വരുമ്പോ കേറ്റാ പോയി നിങ്ങൾക്ക് അവിടെ തിരിച്ചു വരുമ്പോ കേറ്റാം. അപ്പൊ ഓരോരോ കേറ്റാം. തിരിച്ചു വരുമ്പോ കയറി വരാം. ജിയോക്കട്ടൻ കയറി കേട്ടാ. അടിപൊളിയാണോ? ഞാൻ ജിയോക്കട്ട എന്താ കപ്പയുടെ അല്ലേ? അത് കൊടുക്കൂല, അത് നിന്നോട്ടെ. കപ്പയുടെ ഇല അല്ലേ? നേരെ നോക്കി നടക്കേ. ആന പ്ലാവ് ആനയുടെ വീക്ക്നെസ് ആണ്. അതെ അതെ അതെ. പോകുന്ന വഴിക്കുള്ള എല്ലാം പുള്ളിക്ക് വേണ്ടതൊക്കെ പുള്ളി അകത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചെയ്ത് കളിക്കാൻ തുടങ്ങി കേട്ടോ. മോട്ടിക്ക് വേണ്ട ഭക്ഷണമൊക്കെ കണ്ടുപിടിക്കാൻ മോട്ടിക്കറിയാം. ആനയാണ്. ആനയ്ക്ക് പിന്നെ എങ്ങനെ പോയാലും നമ്മൾ എന്തൊക്കെ കാണിച്ചാലും ആ സ്വഭാവം ആന കാണിക്കും കേട്ടോ. നമ്മളെ പിടിക്കേ
പിടിച്ചടാ. എടാ നീ നീ പേടിക്കണ്ട, നീ അടുത്തങ്ങ് നിന്നോ. ആ അങ്ങനെ പിടിച്ചോ, ഒന്നും ചെയ്യൂല. ആ പോട്ടെ, നടക്ക്, നീ നടക്ക്, ഒന്നും ചെയ്യൂല, ഒന്നും ചെയ്യില്ല. ആ പിടിക്ക്, അങ്ങ് പിടിച്ചോ, കൂട്ടിക്കൊണ്ട് പോവാ. ആ അതെ, നീ ഇപ്പൊ ഡ്രൈവർ, നീ ഇപ്പോഴത്തെ ഡ്രൈവർ. ആ പിടിക്ക്, അതുകൊണ്ട് അങ്ങോട്ട് പോന്നേ. പിടിക്കടാ, അങ്ങ് പിടിച്ചോ, പാടാന്ന് പറ. ആ അങ്ങനെ ചവിട്ടിയാന്ന് കയറിക്കോളൂ, അത്രേ ഉള്ളൂ. ജോക്കട്ടെ മറിക്കേ. കരയുടെ പിടിക്കാനുള്ള ചങ്ങല പിടിക്കല്ലേ, ചങ്ങല തിരിഞ്ഞു തെന്നി പോട്ടോ. ചവിട്ടിക്കോ. ആ അങ്ങനെ. ആ കരയില പിടിക്കാനുള്ളേ. ആ അടിപൊളി. വീഴല്ലേ. ആ അത് തന്നെ. കുഴപ്പമൊന്നുമില്ലല്ലോ. അടിപൊളി. കാലച്ചോട്ട് നോക്കട്ടെ, നോക്കിക്കേ. വേര് തല്ലി അതിന്റെ മണ്ണ് കളയുന്ന കാഴ്ചയായിട്ട് കാണുന്നത്.
ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് നവനീത്. ശരിക്കും എത്ര പാപ്പാമാരുണ്ട് ആനയ്ക്ക്? ഞങ്ങൾ 3 പേര്. 3 പേരല്ലേ? ചേട്ടന് ഒന്നാം പാപ്പന? അല്ല, ഞാൻ രണ്ടാം പാപ്പൻ. ഒന്നാം പാപ്പൻ ആരാ? ഷൗക്കത്ത്. ആണല്ലേ? വയനാട്ടിൽ. നിങ്ങൾ സാധാരണ ആനയെ ഇങ്ങനെ ഉത്സവത്തിനും ഒക്കെ കൊണ്ടുപോകാറുണ്ട്? ഉത്സവത്തിന് ഒക്കെ പോലെ. അപ്പോൾ പോയാൽ അപ്പോൾ എത്ര ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരിക? ഇവിടുന്ന് പോയി ചിലപ്പോൾ ഒരു 3 മാസം 4 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. ഇത്രയും സമയം എടുക്കൂലേ? അതിൻ്റെ ഇടയ്ക്ക് ഒഴിവുണ്ടാവും. ഒഴിവുള്ളപ്പോൾ ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും ഗ്യാപ്പുള്ളടുത്ത് സ്ഥലാനിക്കുള്ള സൗകര്യങ്ങൾ കൊണ്ടുപോയി നിർത്തും. ഓഹോ, ഞാൻ ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഓഹോ, സാധാരണ ഉത്സവം മാത്രമാണോ അതേ വേറെ എന്തെങ്കിലുമൊക്കെ? ഇപ്പോൾ ഉത്സവം മാത്രം. ഉത്സവം ഊട്ട് അങ്ങനെയൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ അങ്ങനെയൊക്കെ ഇല്ല, അങ്ങനെയൊന്നും ഇപ്പോൾ കൊണ്ടുപോകാൻ പാടില്ല. ആണല്ലേ? ഇതെങ്ങനെ ആളെങ്ങനെയാണ് മോട്ടി? കുഴപ്പമൊന്നുമില്ല, എല്ലാവരുടെയായിട്ടും ഭയങ്കര ഇതാ. ആണല്ലേ? അങ്ങനെ നമുക്കൊരു മറ്റുള്ള അതിനുള്ള എന്ത് ഇരുത്താനോ പിടിക്കാനോ അങ്ങനത്തെ കേസൊന്നുമില്ല. ആണല്ലേ? എല്ലാവരുടെ അടുത്തും സ്വഭാവമാണ്, പാവമാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല? അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ? ആളെ കൊണ്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആളെ കെട്ടിയിട്ട് ചങ്ങലൊക്കെ ഒന്ന് അയച്ചിട്ട് ആള് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വരും. തന്നെ അയക്കും. ഓ, ചങ്ങല തന്നെ വരും. തന്നെ അയച്ച ആള് ആളുടെ ഇഷ്ടത്തിന് പോയി എന്തെങ്കിലുമൊക്കെ തിന്നാണ് ചോക്കെ എടുത്ത് തിന്ന്. ഓഹോ, നമ്മള് വരുമ്പോഴേക്കും ആൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഈ മുറ്റത്തോടെ നടക്കും? ഇല്ല, പുറത്തേക്ക് ഇറങ്ങി പോവില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി നിൽക്കും. പിന്നെ ചിലപ്പോൾ ഇവിടെ മത്തന്റെ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറിച്ച് നിന്നിട്ട് പിന്നെ അവിടെ തന്നെ പോയി നിൽക്കുള്ളൂ. അങ്ങനത്തെ ടെക്നിക്കൊക്കെ അറിയാലേ? കുറച്ച് കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയാ നിങ്ങൾ ഇത് ഇടുന്നത് കണ്ട് പഠിച്ചാണോ? അതെയോ അത് മുന്നേ തന്നെ ഞാൻ ചെയ്യാറുണ്ട്. മുന്നേ നടന്നപ്പോ തന്നെ മെല്ലെ മെല്ലെ ചെറുകെട്ട് അയക്കുവാനെ തോണ്ടി തോണ്ടി അങ്ങനെ ചെയ്തല്ലേ? പിന്നെ അവനീത് ഇതിന് മുന്നേ ഏതായാലും ആനയുടെ കൂടെ? ഞാൻ കൊമ്പനാനിക്കായിരുന്നു. ആണോ? ഏതാന? ഞാൻ മീനാട് വിനായകൻ, ഉണ്ണിമങ്ങാട് കണ്ണൻ, പിന്നെ വലിയൊരിക്കല് സൂര്യനാന, വയലൂരാന, കുറച്ച് ആനകളൊക്കെ. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഇത് പാവല്ലേ? ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോ ആള് പാവാ. ഇതിന്റെ ഭക്ഷണ രീതികളൊക്കെ എങ്ങനെയാ? ഭക്ഷണം നമ്മള് പട്ടയാണ്, ഒരു 20 കൊട്ട വെട്ടി കൊടുക്കും. 20 കൊട്ട. പിന്നെ ചോറുണ്ട്, ഉച്ചയുണ്ട്, ഒരു 3 കിലോ 4-5 കിലോന്റെ അടുത്ത് ചോറ് വെച്ച് കൊടുക്കും. ഇങ്ങനെ ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുമ്പോ എല്ലാരും പിള്ളേരോട് ഫ്രൂട്ട്സും അങ്ങനത്തെ മേടിച്ചോണ്ടെന്ന് കൊടുക്കും. നമ്മള് ഇടക്കിടക്ക് അയച്ചുകൊണ്ട് വെള്ളം കൊടുക്കാൻ നനച്ച് ചൂടൊക്കെ വെള്ളം കൊടുത്ത് അപ്പൊ ആൾക്കൊരു സന്തോഷമാകും. ഇവിടെ പിന്നെ ആൾക്ക് ചങ്ങലൊന്നും വേണ്ട, ചങ്ങലൊന്നും വേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ ആൾക്ക്. ഈ ചങ്ങലാണ് ഊരെന്ന് പറഞ്ഞേ? ഇതിപ്പോ ഞങ്ങള് കയറ കെട്ട് നമ്മള് ആ കയറ അയച്ചയച്ച് ആളത് മനസ്സിലാക്കിയപ്പോ ഞങ്ങളിപ്പോ പുതിയ ഒരു സാധനം ഇട്ട് നോക്കിയത്, ഒരു പരീക്ഷണം ഊരാതിരിക്കാൻ. പക്ഷെ അതും ഒരു തുടങ്ങിയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് തൊട്ട് ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇന്ന് രാവിലെ നോക്കുമ്പോഴേക്ക് ഇത് ഇത്ര ഊരി വെച്ചിട്ടുണ്ട് ആള്. ഊരുവായിരിക്കും വരും ദിവസങ്ങളില്. ഭയങ്കര ബുദ്ധി ഭയങ്കര കണ്ട് നിന്നോളൂ, കിട്ടുമ്പോ നോക്കി നിൽക്കും. ഇങ്ങനെ നിൽക്കുന്ന നോക്കണ്ട, പുള്ളിയുടെ കണ്ണ് ഇതിലൊക്കെ ഇതിലൊക്കെ പോകണ്ടാവും. നമ്മള് പറയണത് എല്ലാം ശ്രദ്ധിച്ചിരിക്കും. ഇപ്പൊ കാണുമ്പോ പറയാം, ചെവി ആട്ടാതിരിക്കുമ്പോളേ ശ്രദ്ധിച്ചിരിക്കാന്ന് നോക്കിക്കോള്. ആനയുടെ ചെവി ശരിക്കും എവിടെയാണ്? ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചത്, ആനയുടെ ചെവി ശരിക്കും എവിടെയാണ്? ചെവി ശരിക്കും എവിടെയാണ്? നമ്മളിത് പാട മാത്രമല്ല കാണും. ഇതല്ലേ? അതാ ഇങ്ങനെ നിവർത്തി പിടിക്കുന്നല്ലേ? കേട്ടോ ആനയുടെ ചെവി. ഇത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണമല്ലോ, നമ്മൾ എന്ത് പഠിച്ചിട്ടാണ്? നമ്മള് ഇതൊക്കെ ഓരോരുത്തരെ കണ്ടുപിടിക്കുക, നമ്മളെ ആശാന്മാരുടെ പണി കണ്ടുപിടിക്കുക. പിന്നെ ആനപ്പണി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനക്കുള്ള പട്ട വെട്ടണം, ഒരു നേരത്തെ ഒരു തീറ്റ ആനക്കുള്ള ഉണ്ടാക്കി കൊടുക്കുക. ഇതില് മെയിനായിട്ട് വരും പണി. അത്രയല്ല, ഒരു ഉദാഹരണം പറയാം. നമുക്ക് മേരിക്കാൻ എല്ലാം പലവും പല സ്വഭാവമാണ്. അല്ലെങ്കിൽ ചിലപ്പോ ഒരു 4 തല്ല് മേടിക്കണുണ്ട്. ഇതിനെ സംബന്ധിച്ചൊരു തല്ല് മേടിക്കേണ്ട ആവശ്യമില്ല, തല്ല് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. അങ്ങനെ അത് നമ്മൾ വടിയും കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമ്മളെടുത്ത് ഞാനില്ല ഒന്നും ചെയ്യില്ല എന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് ഇങ്ങനെ ഒന്ന് വീണ് എടുക്കുക. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ഇപ്പം ആദ്യം ഒരു ആനേന്റെ അടുത്ത് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, ആ ആന എങ്ങനെയായിരുന്നു? ഇതേപോലെയല്ല? അല്ല, ആളിച്ചിരി കയ്യിൽ ഇപ്പൊ കൊമ്പനാനിക്കൊക്കെ ആണല്ലേ? അപ്പൊ എങ്ങനെയാ അതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്തതൊക്കെ? പിന്നെ നമ്മള് ആദ്യം തന്നെ നീരിന്ന് മതപ്പാടുകളിൽ നിന്ന് അയക്കുമ്പോ ഒരു കുറച്ച് 2 തല്ല് കൊടുക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് അതിന്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അങ്ങനെ നമ്മളെ അടുത്തേക്ക് ഇരുന്ന് നമ്മൾ മെരുക്കിയെടുക്കുക ചെയ്യാം. അടി കൊടുത്താലൊക്കെ മെരുങ്ങിക്കോളുവോ? അങ്ങനെ ഇങ്ങനെ വരിങ്ങില്ല. നമ്മൾ ഒരു അടി എടുക്കുമ്പോ ചിലപ്പോ ഒരു
വാക്ക് പറയണം അതിനടുത്ത്. ഒരു 10 വാക്ക് പറഞ്ഞിട്ട് നമ്മളൊരു തല്ലൊക്കെ കൊടുക്കുക. മറ്റ് ആന നമ്മൾ പറയുന്ന വാക്കുകളായിരിക്കും ശ്രദ്ധിക്കുന്നത് അല്ലേ? നമ്മൾ വാക്ക് നമ്മുടെ ദേഷ്യമായിരിക്കും ശ്രദ്ധിക്കുന്നത് അല്ലേ? എനിക്കറിയാം നമ്മൾ പറയണത് എന്താണ് ചെയ്യേണ്ടത്, മുന്നിലുള്ളവർ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആനകളുടെ അടുത്ത്. അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞാൽ ആന ചെയ്തു തരും. ഇതിപ്പോ ഈ ആനയ്ക്ക് മലയാളമായിരിക്കും അറിയുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടാവും. മലയാളം അല്ലേ? ഇതിപ്പോ പുറത്തുനിന്ന് വരുമ്പോ വന്ന് ഇവിടെ വന്നിട്ട് നാട്ടിൽ തന്നെ മലയാളം പഠിപ്പിക്കും. അത് ഞാൻ ചോദിക്കാൻ പറ്റും, ഇത് എവിടെ നിന്ന് വന്ന് കൊണ്ടുവന്ന ആനയാ? അത് ബീഹാറിൽ അല്ലേ? ഇതിന്റെ കൂടെ വേറൊരു ആനയും വന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടാക്കണത്, കറക്റ്റായിട്ട് അറിയില്ല. കാശി എന്ന് പറയുന്നത്, വാഴുവാടി കാശി അതെന്ന് പറയും. ആന എത്ര വർഷമായി ഇവിടെ കൊണ്ടുവന്നിട്ട്? ഇവിടെ 10-25 വർഷമായി. 25 വർഷമായി അല്ലേ? ആന ചെറുപ്രായത്തിൽ ഇവിടെ എത്തിയതാണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇത് പറഞ്ഞ ഒരു 10-30 വയസ്സിന് മേലെ ഉണ്ട് ആൾക്ക്. 5 വയസ്സൊക്കെ ഉള്ളപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഇവക്ക് അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും ഞാൻ വന്നിട്ടില്ല. നിങ്ങളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ? മുതലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മരുന്ന് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ആനക്ക് എന്തെങ്കിലും ഒരു ഇത് തോന്നാണോ ആ മരുന്ന് നമ്മളെ വണ്ടിയിൽ സ്റ്റോക്ക് ഇരിക്കുന്നു. ഇനിയിപ്പോ അങ്ങനെ ഞാൻ ഈ 6 മാസമായിട്ട് വന്നേക്കുന്ന മുതലാളി ഇപ്പോൾ കർണാടകയിൽ നിന്ന് പ്രാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ ഈ മുതലാളി അവിടത്തെ മരുന്നും കൊണ്ട്. പിന്നെ ഈ 1-ാം പാപ്പൻ 2-ാം പാപ്പൻ എന്നൊക്കെ പറയുന്നത് അതെന്താ ശരിക്കും? 1-ാം പാപ്പനെയാണോ ശരിക്കും ആന അനുസരിക്കുക? 1-ാം പാപ്പൻ്റെ അടുത്ത് ഒന്നുകൂടി ആളുടെ അടുത്തൊരു ഗൗരവം ഒരു ഇതുണ്ടാവും. ഇതിനെ സംബന്ധിച്ച് 1-ാം പാപ്പനെ ആളുടെ അടുത്ത് ഒരു പ്രത്യേക ഇതാ അറ്റാച്ച്മെന്റ് കൂടാല ആളുടെ അടുത്ത്. ആള് വർഷങ്ങളായിട്ട് ആള് ഉണ്ട്. ആളിനെ വെച്ചാൽ ആളുടെ വർത്താനാണ് ആദ്യം വില വെക്കാന്, പിന്നെയാണ് നമ്മളുടെ വർത്താനം. എന്തായാലും ആദ്യം പ്രയോറിറ്റി 1-ാം പാപ്പനായിരിക്കും. ഈ പിടിയാനുകൾക്ക് മതപ്പാടുണ്ടാകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഒരു ഇത് വരും, വലിയ കുഴപ്പമുണ്ടാകാറില്ല. കൊമ്പനാനകളുടെ അത്രയും വരുമല്ലേ? കൊമ്പനാനുള്ള ഒലിക്ക് വരും, മാസം കുറച്ചൊക്കെ ഒലിക്കാറുണ്ടെന്ന് പറയും. ആ സമയത്ത് ഇതുപോലെ കൊമ്പനാനകൾ കാണിക്കുന്ന പോലെ ദേഷ്യം കാണിക്കോ? നമ്മളങ്ങനെ കെട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യം ഉണ്ടാവാറില്ല. ഇനിയൊന്നും നമ്മളെ അടുത്തായാലും വലിയ ശല്യം ഉണ്ടാവാറില്ല. പുറമേ എന്നുള്ളവരുടെ അടുത്ത് ശ്രദ്ധിക്കണം. പിള്ളേരിനെയും പിന്നെ ഈ സ്ത്രീകളുടെ അടുത്തൊക്കെ ആൾക്കൊരു ആ സമയത്തുള്ള, അത് കഴിഞ്ഞ പിന്നെ അതൊക്കെ ഒരു വിഷയമില്ല. ജിയോക്കട്ടൻ പേടിച്ചു. ജിയോക്കട്ടൻ പോകാൻ നോക്കി. എന്താ വെച്ചാ ജിയോക്കട്ട? എന്താ വെച്ചാ ജിയോക്കട്ട? എന്നിട്ട്